ചീമേനി നെടുമ്പയിലെ സിവിൽ എഞ്ചിനീയർ മുകേഷിന്റെ വീട്ടിൽ നിന്ന് 70 പവൻ സ്വർണവും 4.5 കിലോഗ്രാം വെള്ളിയും കവർച്ച ചെയ്ത സംഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് രാജ്യാന്തര തലത്തിൽ കവർച്ച നടത്തുന്ന സംഘം. ബംഗളൂരു, പൂനെ, ഡൽഹി എന്നിവിടങ്ങളിൽ നടന്ന സമാനമായ കവർച്ചയ്ക്ക് പിന്നിൽ ഇവരാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ട് ഇപ്പോൾ പിടിയിലായ നർബഹദൂർ ഷാഹി എന്ന പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ചാ സംഘത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. നെടുമ്പയിൽ കവർച്ച നടത്തിയതിന് പിന്നിൽ ആറംഗ സംഘമാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇത് ശരിവെക്കുന്നതായിരുന്നു നർബഹദൂർ ഷാഹിയുടെ മൊഴി. സമ്പന്നന്മാരുടെ വീടുകളിൽ ജോലിക്ക് നിന്ന് വീട്ടുകാർക്ക് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി കവർച്ച നടത്തുക എന്നതാണ് ഇവരുടെ കവർച്ചാ രീതി. പൂനെയിൽ ഇത്തരത്തിൽ നടത്തിയ കവർച്ചയിൽ ഇപ്പോൾ അറസ്റ്റിലായ നർബഹദൂർ ഷാഹിയും ഭാര്യയുമായിരുന്നു വീട്ടുജോലിക്കായി നിന്നത്. ഇവിടെ നിന്ന് കവർച്ച നടത്തിയെങ്കിലും പോലീസ് ഇവരെ പിടികൂടി ജയിലിലടച്ചു. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷമാണ് കേരളത്തിലേക്ക് കവർച്ചയ്ക്കായി തിരിച്ചത്. ഇവിടെ ചീമേനി നെടുമ്പയിൽ സിവിൽ എഞ്ചിനീയർ മുകേഷിന്റെ വീടായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനായി ഇവിടേക്ക് വീട്ടുജോലിക്കായി എത്തിയത് ഇവരുടെ സംഘത്തിൽപ്പെട്ട ചക്രഷാഹിയും ഭാര്യ ഇഷ ചൌധരിയുമാണ്. വീട്ടുകാരെ മയക്കിക്കിടത്തി കവർച്ച നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ വാതിൽ തകർത്ത് കവർച്ച നടത്തുകയായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായ നർബഹദൂർ ഷാഹിയെ കൂടാതെ ഉപേന്ദ്ര ഷാഹി, ഇയാളുടെ സഹോദരൻ ബിൻ ഷാഹി, അർജുൻ ഷാഹി എന്നിവരാണ് ദമ്പതികളെ സഹായിക്കാനെത്തിയ സംഘത്തിൽ ഉണ്ടായ മറ്റ് 3 പേർ. ഇവരെ പിടികൂടാനായി പോലീസ് നേപ്പാളിലേക്ക് തിരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.